രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും കുറെ നായ്ക്കൾ കുരയ്ക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അതായത് ചില കാര്യങ്ങൾ തുറന്ന് പറഞ്ഞാലും പ്രശ്നമാണ്, അതുകൊണ്ട് മിണ്ടാൻ പാടില്ല. നിനക്കെതിരെ ലൈംഗിക ആരോപണ കേസുകൾ വന്നാൽ അത് ഞങ്ങൾ പറയുന്നതാണ്, ഞങ്ങളാണ് ജഡ്ജിമാർ, ഞങ്ങൾ വിധിക്കും, ഞങ്ങൾ പറയുന്നതാണ് ശരി. അതിനപ്പുറം നീ ഒരക്ഷരം മിണ്ടാൻ പാടില്ല. ജീവിതകാലം മുഴുവൻ നീ ലൈംഗിക പീഡകനാണ്, അല്ലെങ്കിൽ നീ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന അതിക്രൂരനായ ഒരു വ്യക്തിയാണ് എന്നുള്ള ലേബലിൽ തന്നെ നീയൊക്കെ ജീവിക്കണം എന്നാണ് പലരും പറയുന്നത്. രാഹുൽ മാങ്കൂട്ടം അതൊക്കെ തെറ്റിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം മലയാളത്തിലെ ഒരു വാർത്താ മാധ്യമത്തിൽ രാഹുൽ മാങ്കൂട്ടം പ്രത്യക്ഷപ്പെട്ട രാഹുൽ മാങ്കൂട്ടം പറയുന്ന കാര്യങ്ങൾ നമ്മളത് മുഴുവനായി കേൾക്കുമ്പോൾ ഞാൻ ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇന്റർവ്യൂ കാണുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ അതിന് താഴെ വന്ന കമന്റുകളെ കുറിച്ചാണ് ശ്രദ്ധിച്ചത്. അതായത് നിരവധി കമന്റ് ഉണ്ട്. അതിൽ ഒരു 99% കമന്റുകളും രാഹുൽ തിരിച്ചു വരണം, ഞങ്ങൾ രാഹുലിനോടൊപ്പമാണ്, രാഹുലിന്റെ കാര്യങ്ങൾ തുറന്നു പറയാനൊരു അവസരം കൊടുത്ത ചാനലിന് നന്ദി എന്നറിയിച്ചുകൊണ്ടാണ് പലരും എന്നല്ല 99% പേരും അതിൻ്റെ താഴെ കമന്റുമായി എത്തിയത്. അതായത് നിയമം അനുശാസിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത്. ഒരുപക്ഷെ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാകാം രാഹുൽ മാങ്കൂട്ടം ഉദ്ദേശിച്ചത്. പക്ഷെ രാഹുൽ പറഞ്ഞ കാര്യങ്ങളിൽ ചില വ്യക്തത കുറവുകളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് അതിജീവിതമാരിൽ നിന്ന് താനൊന്നും വാങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ രാഹുലിന്റെ ഇന്റർവ്യൂ അവസാനിച്ച അടുത്ത സെക്കൻഡിൽ രാഹുലിന് അതിജീവിത ഓർഡർ ചെയ്ത് കൊടുത്ത കുറേ ലിസ്റ്റുകളുമായി പലരും രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ബന്ധത്തിൽ ഇരിക്കുമ്പോൾ കൊടുക്കൽ വാങ്ങലുകൾ ഒരുപാടുണ്ടാകാം, അത് സ്വാഭാവികമാണ്. ഒരുപക്ഷെ തന്നെ കൂടെ നിന്ന് ചതിച്ചവർക്ക് അതേ മറുപടി തന്നെയാണ് രാഹുലും കൊടുത്തത് എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ചാറ്റുകൾ പുറത്തുവിടുമ്പോൾ ഒരുപക്ഷെ കുറെ കൂടി കാര്യങ്ങളിൽ വ്യക്തത വരുമെന്നാണ് പറയുന്നത്. അപ്പൊ രാഹുൽ മാങ്കൂട്ടം ചില കാര്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു, ചില കാര്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞില്ല. അപ്പോൾ ഇന്ന് മുതൽ ആ ഇന്റർവ്യൂ മറ്റൊരു തലത്തിലേക്ക്, അതായത് ആ ചാനലിലെ ഇന്റർവ്യൂ നടത്തിയ അവതാരകനെയും ആ ചാനലിന്റെ തലപ്പത്തിരിക്കുന്ന ആളെയും ഒക്കെ വലിച്ചു കീറിക്കൊണ്ടാണ് പലരും, അതായത് PR വർക്ക്, അതിജീവിതമാരെ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലരും അത്തരത്തിൽ രംഗപ്രവേശനം ചെയ്യുന്നത്. എന്തായാലും അതൊക്കെ ഓരോരുത്തരുടെ മാനസിക അവസ്ഥയാണ്. എല്ലാവരും 100% ശരിയാണോ? ആരും ഈ ജീവിതത്തിൽ ഈ പോസ്റ്റ് ഇടുന്നവരോടും ഈ പറയുന്നവരോടുമൊക്കെയാണ് ചോദ്യം. ആരും ഈ ജീവിതത്തിൽ ആരെയും ചതിച്ചിട്ടില്ല, ആരെയും വഴിയിൽ ഉപേക്ഷിച്ചിട്ടില്ല, അല്ലെങ്കിൽ കുടുംബ ജീവിതമൊക്കെ ഉള്ളവരോടൊപ്പം എന്താ പറയുക ബന്ധം സ്ഥാപിച്ചിട്ടില്ല. അങ്ങനെ എല്ലാവരും 100% പെർഫെക്റ്റ് ആണല്ലോ. അതുകൊണ്ടാണല്ലോ ഇവരൊക്കെ ഇത്ര കിടന്ന് തിളയ്ക്കുന്നതും പറയുന്നതും. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമാണ് സ്ത്രീകളെ വലവീശി പിടിച്ചതും, സ്ത്രീകളെ ലൈംഗികമായി ഉപയോഗിച്ചതും, സ്ത്രീകളിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയതും, സ്ത്രീകൾക്ക് എന്താ പറയുക കുഞ്ഞിനെ കൊടുക്കാമെന്ന് പറയുന്നതും ഒക്കെ രാഹുൽ മാങ്കൂട്ടം മാത്രമാണല്ലോ ഈ ലോകത്ത് ചെയ്തത്, അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ചെയ്തത് രാഹുൽ മാങ്കൂട്ടം മാത്രമാണല്ലോ. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ മാക്സിമം കടിച്ചു കയറണം. മാത്രമല്ല പാലക്കാട് രാഹുൽ മത്സരിക്കരുത്. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം നടത്തുന്നത് പാലക്കാട് മത്സരിക്കാനുള്ള PR വർക്ക് എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ രാഹുൽ മാങ്കൂട്ടം ഈ പാലക്കാട് മത്സരിക്കാനുള്ള ചില തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് എന്നൊക്കെയാണ് പലരും പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ട കേസ് കോടതിയിലാണ്. കുറെ പരിമിതികളുണ്ട്, പലതും പറയാനായി. ആ പരിമിതികൾ ഇന്നലെ രാഹുൽ കൃത്യമായി പറഞ്ഞു. മാത്രമല്ല നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും തരാം, എനിക്ക് കോടതിയിൽ ഇരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംസാരിക്കാൻ കഴിയില്ല. കോടതിയിൽ നിന്ന് കൃത്യമായ ഒരു കാര്യം കിട്ടിയാൽ പറയാനുള്ള കാര്യങ്ങൾ എത്ര സമയം ഇരുന്ന് ഞാൻ പറയും. മാത്രമല്ല അദ്ദേഹം റിനി അടക്കമുള്ള ആളുകളോട് ചോദിക്കുന്ന കാര്യങ്ങൾ, ഇതിനൊക്കെ റിനിക്ക് മറുപടി ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ റിനി ആൻഡ് ജോർജ് മറുപടി പറയണം. കാരണം ഈ വിഷയം ആദ്യമായി പൊക്കിക്കൊണ്ടുവന്നത് റിനിയാണ്. പരിചയപ്പെട്ട് 24 മണിക്കൂറിനകം റിനിയോട് ഹോട്ടൽ റൂമിലേക്ക് വരുമോ എന്ന് ചോദിച്ച ആളാണ് രാഹുൽ മാങ്കൂട്ടം എന്നാണ് റിനി പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ റിനി ആ കോൺവെർസേഷൻ പുറത്തുവിടാനുള്ള ഒരു
അല്പമെങ്കിലും മാന്യത റിനി ആൻഡ് ജോർജ് കാണിക്കണം. വലിയ രീതിയിൽ റിനി ഓടി നടന്നാണ് ഓരോ ഇടത്തും ഇന്റർവ്യൂ കൊടുത്ത, ഓരോ സ്ഥലങ്ങളിൽ ഓടി നടന്നാണ് റിനി എന്താ പറയുക രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ കച്ച കെട്ടി ഇറങ്ങിയത്. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ചോദിച്ച ചോദ്യങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾക്കാണ് റിനി ഉത്തരം നൽകേണ്ടത്, അത് രാഹുൽ മാങ്കൂട്ടത്തിനല്ല. കാരണം ഒരു പുരുഷനെ ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിച്ചാൽ ആ പുരുഷനെ മാധ്യമങ്ങളും കേരളത്തിലെ ജനങ്ങളും എടുത്തിട്ട് അലക്കും, പിന്നെ അയാളുടെ ഭാവി തകർക്കാം, എനിക്ക് കിട്ടാത്തത് മറ്റാർക്കും കിട്ടരുത് എന്ന് ചില സ്ത്രീകൾ ചിന്തിക്കാറുണ്ട്. അതായത് എനിക്ക് അയാളെ കിട്ടിയില്ല, ഞാൻ മാക്സിമം ട്രൈ ചെയ്തു, പക്ഷെ എനിക്ക് അയാളെ കിട്ടിയില്ല, അതുകൊണ്ട് മറ്റാർക്കും അയാളെ കിട്ടരുത്, അതിനുവേണ്ടി എന്തും ചെയ്യുക എന്ന ചില സ്ത്രീകളുടെ ഈ മാനസിക പക്വതയില്ലാത്ത ചില സ്ത്രീകൾ കാണിക്കുന്നുണ്ട്. അത്തരത്തിലാണ് റിനി പറഞ്ഞത്. അപ്പൊ റിനിയുടെ കോൺവെർസേഷൻ റിനി പുറത്തു വിടണം, ഇത് കേരള സമൂഹം റിനിയെ വെല്ലുവിളിക്കുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് മെയ് 28 റിനി ആൻഡ് ജോർജിന്റെ അമ്മയുടെ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ ഫ്ലൈറ്റിൽ ഇരുന്നു കൊണ്ട് തുരുതുര രാഹുൽ മാങ്കൂട്ടത്തിന് കോളുകൾ വരുന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ട തുരുതുര റിനി വിളിക്കുന്നത് കൊണ്ട് എടുത്തതിന് ശേഷം എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണെന്ന്, എൻ്റെ അമ്മയ്ക്ക് ഒരു വിഷ് കൊടുക്കാമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ പിന്നെ അമ്മ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നു, ഞാൻ ഫ്ലൈറ്റിലാണ്, പിന്നെ വിളിക്കാം എന്ന് പറയുന്നു. അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് റിനി ആൻഡ് ജോർജ്, ഹണി ഭാസ്കരൻ, ഇനി അതിജീവിതമാർ, അങ്ങനെയാണല്ലോ പോകുന്നത്. ഇവരെ ഒന്നും പിന്നെ ഷഹനാസ് പിന്നെ വലിയ ആരോപണമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർത്തിയത്. അതിനുശേഷം അങ്ങനെ ഒരു കോഴിക്കാട്ടം എന്ന് പറഞ്ഞത് ഹണി ഭാസ്കർ ആണല്ലോ. ഇതാരൊക്കെയാണ് ഇവിടെ എന്തൊക്കെ പറഞ്ഞെന്നുള്ളത് ഒരുപാട് പേരുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ കൺഫ്യൂഷൻ വരുന്നത്. രാഹുൽ മാങ്കൂട്ട കാണിച്ച കുറെ കാര്യങ്ങളിൽ ശരിയില്ലായ്മയുണ്ട് എന്നുള്ളത് ഇപ്പോഴും പറയുകയാണ്. ശരിയില്ലായ്മകളുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്, അതിനെ മറച്ചു വെക്കാൻ കഴിയില്ല. കാരണം രാഹുൽ ഒരു ജനപ്രതിനിധിയാണ് എന്നെങ്കിലും രാഹുൽ ഓർക്കേണ്ടതായിരുന്നു. മറ്റൊന്ന്, രാഹുലിനെ ഒരു അമ്മ അത്രയും കഷ്ടപ്പെട്ട് വളർത്തിയതാണ് എങ്കിൽ സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയാമെന്ന് രാഹുൽ തന്നെ പറയുമ്പോൾ, രാഹുൽ ഒരു വിവാഹിതനായി അല്ലെങ്കിൽ രാഹുൽ ഒരു സ്ത്രീയെ പ്രണയിച്ചാൽ ആ സ്ത്രീയോടൊപ്പം, അല്ലെങ്കിൽ ഈ പ്രണയവും ഈ ബ്രേക്കപ്പും തേപ്പും ഈ ഒരു കാലഘട്ടത്തിൽ അത് വലിയ സംഭവമല്ല എന്നാണ് ഇപ്പോഴത്തെ കുട്ടികൾ പറയുന്നത്. എനിക്കറിയില്ല ഇപ്പോഴത്തെ കുട്ടികൾ പറയുന്നത്, കാരണം ബ്രേക്കപ്പ് പാർട്ടികൾ നടത്തുന്നവരുണ്ട്, അതുകൊണ്ട് അതൊന്നും വലിയ വിഷയമല്ലെന്നാണ് പറയുന്നത്. പക്ഷെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഈ കാണിച്ചത് അതിജീവിതമാർ എന്ന് പറഞ്ഞ സ്ത്രീകളാണ്, അവര് അറ്റാച്ച്മെന്റ് ആയാൽ ഓവറായി അറ്റാച്ച്മെന്റ് ആകും. അങ്ങനെ ആകുമ്പോൾ പകുതി വഴിയിൽ അവരെ ഉപേക്ഷിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു മാനസിക ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, അപ്പോൾ പുരുഷനായാലും അങ്ങനെ തന്നെയാണ്. ആത്മാർത്ഥമായി ഒരു സ്ത്രീയെ സ്നേഹിച്ചാൽ ആ സ്ത്രീ ഒരുപാട് സ്നേഹിച്ച ആ സ്ത്രീയെ വിവാഹം കഴിച്ചതിന് ശേഷം ആ സ്ത്രീ മറ്റൊരാളുമായി ശാരീരികമായി ബന്ധമുണ്ടാക്കുന്നു അല്ലെങ്കിൽ മാനസികമായി ബന്ധമുണ്ടാക്കുന്നു എന്നൊരു പുരുഷനും തോന്നിയാൽ സ്വാഭാവികമായും ആ പുരുഷൻ അനുഭവിക്കുന്ന ഒരു വേദന അത് നിശ്ചയമായി ഉണ്ടാകും. അതുപോലെ തന്നെ സ്ത്രീയും അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്. അപ്പോൾ ഇതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ നിന്ന് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്താനോ പാലക്കാട് മത്സരിക്കണ്ട എന്ന് പറയാനോ ആർക്കും അവകാശമില്ല. കാരണം രാഹുൽ ഈ കോൺഗ്രസിൽ ഇരിക്കുന്ന എല്ലാവരും 100% പെർഫെക്റ്റ് ആണ് എന്ന് ഇവർക്കൊക്കെ ഉറപ്പുണ്ടോ? പലതും പുറത്തു വരാത്ത കാര്യങ്ങളാണ് എന്നുള്ളത് പലരും ഓർമ്മിക്കുക. റിനിയോടാണ് ചോദ്യം, കാരണം ഇത് പൊക്കിക്കൊണ്ടുവന്നത് റിനിയാണ്. ഹൂ കെയേഴ്സ് എന്ന് പറയുന്ന ഒരു നേതാവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് റിനി ഈ ആഡംബരവും ബഹളവും ഈ രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചു കുലുക്കിയ സംഭവ വികാസങ്ങളും ഒക്കെ ഉണ്ടാക്കിയത്. അങ്ങനെയാണെങ്കിൽ റിനി ആൻഡ് ജോർജ് പറയണം, രാഹുൽ മാങ്കൂട്ടം പറയുന്നത് കള്ളമാണോ സത്യമാണോ? അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ? റിനിയുടെ കോൺവെർസേഷൻ പുറത്തുവിടാൻ റിനി തയ്യാറാണോ? റിനിയെ വെല്ലുവിളിക്കുന്നത് കേരളത്തിലെ ജനങ്ങളാണ്. റിനിക്ക് അല്പമെങ്കിലും റിനി ആത്മാഭിമാനം കാത്തു സൂക്ഷിക്കുന്ന ആളാണെങ്കിൽ റിനി തീർച്ചയായിട്ടും ഇതിനുള്ള വ്യക്തമായ കാര്യങ്ങൾ റിനി പുറത്തുവിടുക തന്നെ ചെയ്യണം. ബാക്കി അതിജീവിതമാരെ കുറിച്ചൊന്നും പറയുന്നില്ല, കാരണം അതൊക്കെ കോടതിയിൽ ഇരിക്കുന്ന വിഷയമാണ്. നമ്മൾ കോടതി ബഹുമാനിക്കുന്നത് കൊണ്ട് നമ്മൾ ആ വിഷയങ്ങളിലൊന്നും കൈകടത്താനോ സംസാരിക്കാനോ പാടില്ല, കാരണം കോടതിയാണ് വിധിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടം ശരിയാകാൻ ഒരു അവസരം കിട്ടിയാൽ ഈ തെറ്റുകളൊക്കെ പ്രായച്ചിത്തം പോലെ, അല്ലാതെ അതായത് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ജീവിതകാലം ആ തെറ്റിൽ അടിമപ്പെട്ടിരിക്കണമെന്നല്ല പറയുന്നത്. അയാൾ ഒരു നല്ല ജനപ്രതിനിധിയാണ്. അയാളുടെ പേഴ്സണൽ കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി മികച്ചൊരു ജനപ്രതിനിധിയാണ്. കോൺഗ്രസിന് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ നഷ്ടം. രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുമ്പോൾ അതിജീവിതമാർക്കൊപ്പം നിന്നുകൊണ്ട് തന്നെയാണ് പറയുന്നത്,
നല്ല രാഷ്ട്രീയക്കാരനെ, ഒരു മികച്ച നേതാവിനെ, നേതൃപാടവമുള്ള ഒരു നേതാവിനെ പുറത്താക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ, നിങ്ങൾ തുനിഞ്ഞിറങ്ങിയാൽ, പാലക്കാട് രാഹുലിന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ ആ സീറ്റിൽ കണ്ണുവെച്ച് ആരൊക്കെ രംഗത്തുണ്ടോ അവരുടെയൊക്കെ ആഗ്രഹം വിജയിക്കും എന്ന് ആദ്യം ഉറപ്പാക്കുക. കോൺഗ്രസ് മികച്ച ഒരു തീരുമാനം എടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴും പറയുന്നു, അതിജീവിതമാരുടെ വേദന കാണാതിരിക്കുന്നില്ല, കണ്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതിജീവിതമാരും ചിന്തിക്കണം, നിങ്ങളും ചെയ്തത് ശരിയാണോ എന്നുള്ളത്.